നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ പോരാട്ടം തുടരുന്നതിനിടയിൽ ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു നീക്കം മറ്റ് രാജ്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് അമേരിക്ക ബദൽ പ്രമേയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. UN രക്ഷാസമിതിക്ക് മുമ്പാകെയാണ് ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ ആവശ്യപ്പെട്ട് അമേരിക്ക ബദൽ പ്രമേയം നിർദ്ദേശിച്ചത്. അൾജീരിയ കൊണ്ടുവന്ന പ്രമേയത്തിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. എന്തായാലും അതിനിടയിലാണ് അമേരിക്കയുടെ ഈ ബദൽ പ്രമേയം നീക്കം എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഹമാസ് വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനെന്നാണ്. അമേരിക്ക അറിയിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം, ഗാസയിൽ തുടരുന്ന യുദ്ധത്തിന് താൽക്കാലിക അറുതി നേടുന്ന പ്രമേയത്തിന് UN രക്ഷാസമിതി അംഗങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുന്നതായിട്ടാണ്. US മുന്നോട്ട് വെച്ച പ്രമേയം ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രയോഗത്തിൽ കൊണ്ടുവരണമെന്നാണ്. പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം, റാഫയ്ക്ക് നേരെയുള്ള ആക്രമണം മേഖലയിൽ സൃഷ്ടിക്കാവുന്ന പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശമെന്നാണ്. അൾജീരിയ അവതരിപ്പിച്ച വെടിനിർത്തൽ പ്രമേയത്തിൽ ഇന്ന് രാത്രി നടക്കുന്ന വോട്ടെടുപ്പിൽ വീറ്റോ പ്രയോഗിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ പ്രമേയത്തോട് മറ്റു വൻശക്തി രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന നിലപാട് വളരെ നിർണായകമായി മാറും. ഹമാസ് കുറ്റപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, പാരീസിൽ രൂപപ്പെടുത്തിയ ദീർഘകാല വെടിനിർത്തൽ നിർദ്ദേശങ്ങളെ അട്ടിമറിച്ചത് ഇസ്രായേലാണെന്നാണ്. പരസ്പരം പഴിചാരിയും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചും വെടിനിർത്തൽ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താതെ ഹമാസും ഇസ്രായേലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്രമണം അവസാനിപ്പിക്കുക, ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കുക, ബന്ദികൾക്ക് പകരം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുക എന്നീ ഉപാധികളിൽ നിന്ന് പിറകോട്ടില്ല എന്ന് ഹമാസ് വ്യക്തമാക്കുന്നു. അതേസമയം ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 107 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 29,092 69,028 പേർക്ക് പരിക്കേറ്റു. ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനെയും വെല്ലുവിളിച്ച് ഹൂതികളുടെ ആക്രമണം ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയം. 2 അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ 4 കപ്പലുകൾ ആക്രമിച്ചതായി ഹൂതികൾ അറിയിച്ചു. ഇതിൽ ബ്രിട്ടീഷ് കപ്പൽ കടലിൽ മുങ്ങി തുടങ്ങിയെന്നും ഹൂതി വക്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി US ബ്രിട്ടീഷ് പോർ വിമാനങ്ങൾ ഹൂതി കേന്ദ്രങ്ങളിൽ ഇന്നലെയും ആക്രമണം നടത്തി. ഇസ്രായേലിൽ നിന്ന് ബ്രസീൽ സ്ഥാനപതിയെ തിരികെ വിളിച്ചു. അതേസമയം ഇതിനിടയിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡാ സിൽവ രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ ഫലസ്തീൻ ജനതയ്ക്കെതിരെ തുടരുന്നത് വംശഹത്യയാണെന്നും ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റിന് തുല്യമാണിതെന്നും ബ്രസീലിയൻ പ്രസിഡന്റ് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി നെതന്യാഹുവും രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്നാണ് സ്ഥാനാപതിയെ ബ്രസീൽ തിരിച്ചു വിളിച്ച നടപടിയിലേക്ക് കടന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.